പിന്നെ വേടൻ ഇന്നലകളിൽ സംസാരിച്ചിട്ടുള്ള ഒക്കെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് പൊതുശ്രദ്ധ, ജനശ്രദ്ധ കേരളത്തിൽ കിട്ടിയ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു. സിംപിളി പറഞ്ഞാൽ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു വേടൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തിനായിരുന്നു? അതും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നാളെയും അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം, അയാൾ രക്ഷപ്പെടണം, ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു തന്നെ വരിക തന്നെ വേണം. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഓരോ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന് അവർ അഭിമാനിക്കത്തക്ക വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എതിർത്തത് വേടനെയല്ല, വേടൻ എന്ന് പറയുന്ന വ്യക്തിയല്ല. വേടനെ മുൻനിർത്തിക്കൊണ്ട് ജാതിഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇന്നാട്ടിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കപട പുരോഗമനവാദികളെയും നാളിതുവരെ ഇന്നാട്ടിലെ ദളിതരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത, വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ 68 വർഷങ്ങൾക്കിപ്പുറവും കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞ് 68 വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ ജാതീയ വിവേചനം നിലനിൽക്കുന്നു, നിശബ്ദമാക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കണം എന്നൊക്കെ വേടൻ പറഞ്ഞെങ്കിൽ അവരെ ഈ വിധമാക്കി തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ തന്നെയാണ്